അല്ല, അവരല്ലേ നടന്നു, ഞങ്ങളാണ് നടന്നത്. ഞങ്ങളുടെ പാട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞത് UDFന്റെ നേതാവല്ലേ? അത് ഏറ്റെടുത്തത് UDFും LDFും അല്ലേ? ഞങ്ങളാണോ? പ്രചാരണം നടത്തുന്നത് ജാഥ തീരെ ക്ലിക്കാവുന്നില്ലെങ്കിൽ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? ജാഥയിൽ ഞങ്ങൾ പട്ടിക നേതാക്കളോടൊപ്പം ആഹാരം കഴിച്ചു എന്ന് എഴുതിയെന്ന് പറഞ്ഞിട്ട് അതിന് ഇത്ര വലിയ ബഹളം വെച്ചത് ആരാണ്? ഞങ്ങളാണ്. ജാഥ ശ്രദ്ധിക്കപ്പെടുന്നു, ജാഥ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളതിന് തെളിവല്ലേ ഇത്? പിന്നെ വേറെ രണ്ടാളും ഒരു ജാഥയായിട്ട് പോയിട്ടുണ്ടല്ലോ, അതിനെ കണ്ടതേ ഇല്ലല്ലോ എവിടെ? ഞങ്ങളത് ആയിരക്കണക്കിന് ആളുകൾ പിന്നെ പൊരി വെയിലും കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്നു ഞങ്ങളുടെ ജാഥ. വേറെ എന്താ സമരാഗ്നി? കോൺഗ്രസ്സുകാർ വേറെ എന്താ പേരാണ് പറയുന്നത്? ആ ജാഥയ്ക്ക് എവിടെയാണ് ആളുള്ളത്? നിങ്ങൾ നിരീക്ഷിക്കുന്നവരല്ല. നിങ്ങൾ കോൺഗ്രസിന്റെ ഒന്നാമത്തെ കാര്യം, ഒരു ജാഥ ഒരാൾ തെക്കോട്ട് നയിക്കുന്നു, ഒരാൾ വടക്കോട്ട് നയിക്കുന്നു. അങ്ങനെ ഒരു ജാഥ ഇന്നേ വരെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇന്നേ വരെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് രണ്ടാളും ഒരു ജാഥ നയിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ക്യാപ്റ്റനും ഒരു വൈസ് ക്യാപ്റ്റനും ഉണ്ടാവുന്നത് സ്വാഭാവികം. ഒരു ജാഥയ്ക്ക് രണ്ട് ക്യാപ്റ്റന്മാരായിട്ട് പോകുന്നത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ ജാഥയെ പറ്റി നിങ്ങൾക്ക് ഒരു വേവലാതിയില്ല. അതിന് എന്തെങ്കിലും ആളുണ്ടോ? അതിനെവിടെയെങ്കിലും ഒരാളെ നിങ്ങൾ കാണുന്നത്? അതിനാരെങ്കിലും അതിനെ പിന്നാലെ പോകുന്നുണ്ട്? മോദി വന്നു, 3 ലക്ഷം ആള് വന്നു, അതുപോലെ ആളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു തൃശ്ശൂർ. ഞാൻ എണ്ണി നോക്കുമ്പോൾ ഒരു 10-15 ആളില്ല. ഏത് ഗർഗേജ് വന്നത്? കോൺഗ്രസിന് ആളെ കിട്ടാനില്ലെന്ന്. BJPക്ക് അങ്ങനെയാണോ? BJP എവിടെ വിളിച്ചാലും എത്ര സ്ഥലത്ത് ഒരാഴ്ചക്കുള്ളിൽ 2 പ്രാവശ്യം ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം നടത്തും. എത്ര ലക്ഷങ്ങളെ ആളുകളെ അണിനിരത്തിയിട്ടാണ് ഒരാഴ്ചക്കുള്ളിൽ. കോൺഗ്രസ് എങ്ങാനാണെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോയനെ. ഗർഗെ എന്ന് പറഞ്ഞിട്ട് ആളില്ല. നിങ്ങൾ ഇവിടെ കണ്ടതല്ലേ ഞങ്ങളുടെ പരിപാടിക്ക് എത്രമാത്രം പൊതുജനങ്ങൾ ഞങ്ങളിവിടെ വന്നു. ഈ തൃശ്ശൂർ റൗണ്ടിൽ എത്രായിരം പൊതുജനങ്ങൾ മോദിക്ക് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗർഗെ വന്നിട്ട് ഏതെങ്കിലും ഒരു പൗരൻ വന്നോ? കുറച്ച് 10-12,000 കോൺഗ്രസ്സുകാർ വന്നാൽ. അതുകൊണ്ട് കോൺഗ്രസിന് ഇനി കേരളത്തിലും രക്ഷയില്ല. കോൺഗ്രസിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവർ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവരും അറബിക്കടലിൽ ചാടുന്ന പോലെയാണ്. കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞു. ആരത്? പ്രതാപനെ തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രതാപനാവുന്നത്ര ശ്രമിച്ചതാണ്. ഞാനില്ല എന്ന് പരസ്യമായിട്ട് ഒരാൾ പറയാന്ന് പറഞ്ഞാൽ അതിനോളം വേറെ ഇനിയിപ്പോൾ എന്താവും അറിയില്ല. ഞാൻ മത്സരത്തിന് ഇല്ല. തോറ്റ സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞു മത്സരിക്കാനുണ്ട്. ജയിച്ച MP പറയാണ് ഞാൻ മത്സരത്തിനില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നത്? ആര് മൈൻഡ് ചെയ്യുന്നു? ഈ സ്നേഹ സന്ദേശം എന്ത് സ്നേഹമാണ് സന്ദേശിക്കുന്ന അയാൾ? ആ തീരദേശ മേഖലയിലൊക്കെയുള്ള വെറുപ്പിന്റെ സന്തതികളെ തോളിലയറ്റിട്ടാണ് അയാൾ സ്നേഹ സന്ദേശം എന്ന് പറയുന്നത്. ഞാൻ അന്നും പറഞ്ഞില്ല, എനിക്കെതിരെ എന്തൊക്കെയോ നടത്തിക്കളി എന്ന് പറഞ്ഞു അയാളും അയാളുടെ സംഘവും. ചാവക്കാട്, ഗുരുവായൂർ, പാവറട്ടി ഇവിടെയൊക്കെയുള്ള PFI മതഭീകരവാദികളെ തോളിലും ഇരുത്തിയിട്ടാണ് പ്രതാപൻ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വെറുപ്പിന്റെ കടയിൽ ഇരുന്നു കൊണ്ടാണ് സ്നേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞങ്ങളെ സുരേഷ് ഗോപിക്കോ മോദിക്കോ അങ്ങനെ ഒരു പഴിയും എവിടെയും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇവിടുത്തെ മതഭീകരവാദികളെ മുഴുവൻ 2 ചുമലിലും കയറ്റി ഇരുത്തിയിട്ടാണ് സ്നേഹ സന്ദേശയാത്ര എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? അയാളുടെ കൂടെ നടക്കുന്നവർ ആരൊക്കെയാണെന്ന്. നിരോധിത മതഭീകരവാദ സംഘടനയിലെ ആൾക്കാരാണ്. അയാളുടെ എല്ലാ കാര്യവും ചെയ്യുന്നു. ഞാൻ അന്ന് പറഞ്ഞല്ലോ, അയാളുടെ IT കൈകാര്യം ചെയ്യുന്ന ആളെ പേരടക്കം ഞാൻ പറഞ്ഞില്ല. എന്താക്കി എന്റെ മൂക്ക് കയറ്റിയോ? PFIക്കാരുടെ കളിത്തോടനാണ് അയാൾ. ഇപ്പൊ മത്സരം അവരുടെ ഇതാമല്ലേ? PFI വോട്ട് പിടിക്കാൻ ഇനി സുനിൽകുമാർ ആരോ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. തീരദേശ മേഖലയിൽ വ്യാപകമായ വർഗീയ ധ്രുവീകരണത്തിനുള്ള കോപ്പുകൂട്ടുകയാണ്. എന്നിട്ട് പറയാണ് സ്നേഹം. തൃശ്ശൂരുകാർ നല്ല ബുദ്ധിയുള്ളവരാണ്. അവർക്കൊക്കെ ആരുടെ സ്നേഹമാണ്? സുരേഷ് ഗോപിയുടെ സ്നേഹമാണോ അതല്ല വ്യാജ സ്നേഹമാണോ, പ്രതാപന്റെ വ്യാജ സ്നേഹമാണോ എന്ന് അവർ അസലായിട്ട് മനസ്സിലാക്കും ഈ തെരഞ്ഞെടുപ്പിൽ. ആ പ്രചരണം ഇവിടെ നടക്കും.